अस्सलामुअलैकुम गाइस, कैसे हैं आप लोग। उम्मीद है कि सभी खैरियत से होंगे। अल्लाह आप लोगों को ऐसी खुश रखे। तो ये भाई घूमने के लिए निकला है साइकिल से। बस नाइट में हमारे साथ में मिला था हमको। ये नाइट में हमारे साथ रुका था। देखो ये भाई कितनी संघर्ष कर रहा है, घूमने के लिए साइकिल से निकला है। ये यहाँ से जाएगा पंजाब, गोवा, सभी जगह जाएगा साइकिल से, जाएगा नेपाल, भूटान। तो भाई को सपोर्ट करें, भाई के चैनल को सब्सक्राइब करें, इंस्टाग्राम आईडी को फॉलो करें, भाई को सपोर्ट करें फुल। आपके लिए कितनी आपको इंडिया दिखा रहा है साइकिल से, लाइक करे भैया, सपोर्ट करें भाई, जितना भी हो सके भाई को फुल सपोर्ट करें। ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നലെ ഇവിടെ ആയിട്ട് വന്നത് ബൈക്കിനൊക്കെ ഇനി കണ്ടിട്ടോ ഒരാളെ അവിടെ ഇരിക്കണം, ഒരാളുടെ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു കിടന്നിരുന്നത്. ഇവിടെ കാരണം വെച്ചാൽ ഒരു കോപ്പും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയത്, അവർ കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് അതാണ് ബിസിനസ്. അപ്പോൾ നമ്മൾ സൈക്കിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ഡ്രസ്സോടെ അലക്കാട്ടിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിലില്ല, അത് ഇനി വണ്ടി നോക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഹൈവേയിലോട്ട് അവിടെ പോയി ഇറങ്ങിയിട്ട് അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ മാക്സിമം ഒരു 60 ചില്ലാനും കിലോമീറ്റർ, 65 ഏകദേശം 65-67 കിലോമീറ്റർ ഓടിച്ചിട്ട് ഇന്നലെ. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം എങ്ങനെ ഒരു 50-ൻ്റെ മേലെ കവർ ചെയ്യുന്നു. കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, ഏകദേശം 10 മണിയാവാനായിട്ടോ. ഇന്ന് പിന്നെ ജുമയുണ്ട്, നമ്മൾ പള്ളിയിലൂടെയും നോക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിന്ന് പോണ വഴിക്കുള്ള അടിപൊളി കാഴ്ചകളായിട്ട് കാണാം. നമ്മളെ ബംഗാളി എന്ന് വിളിക്കണ ഇവരാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യണ്, എത്രത്തോളം സഹായം ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഇറങ്ങാൻ നിൽക്കുകയാണ്, വീണ്ടും അവരെന്നെ പിടിച്ച് നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്ന് സപ്പോർട്ടാണ് അറിയോ. സത്യമായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ കിട്ടുന്നത്. ചെറിയ സപ്പോർട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയത്, എന്താ പറയുക. ഒന്നും ഞാൻ എന്തായാലും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് നമുക്ക് എങ്ങനെയാലും കാണാം. ഓക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ റോങ് സൈഡാണ്, ഒന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യം, കാരണം എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഓക്കെ, വായു ഫുള്ളാക്കി കേട്ടോ. ഇന്നലെ വായായിരുന്നു എനിക്ക് ഭക്ഷണമൊക്കെ വായതാണ്. നൈറ്റും വായി തന്നത് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ച് നല്ല സൂപ്പർ ഇഡ്ഡലിയും വടി കേട്ടോ. ഇന്നലെ നമ്മൾ തന്നെ കഴിച്ച് ഇന്ന് തന്നെ ഇവിടുത്തെ ഇഡ്ഡലിയും വടി വേറെ തന്നെ രസമാട്ടോ. ഒരു ബായി പൊറോട്ട വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പുറത്തെത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈയേട്ടാ, ഓക്കെ എന്തായാലും സത്യമായിട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് കിട്ടിയത് കേട്ടോ. സത്യം പറയാലോ, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്നെ ഹെൽപ്പർ നമ്മൾ ബംഗാളി നമുക്ക് മലയാളീസിന് ബംഗാളീസിന് വേറെ കാണാമല്ലോ. സത്യത്തിലും ഇങ്ങനെ യാത്രയിലൊക്കെ ഓരോന്ന് പഠിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ ഹെൽപ്പർ എന്നെ ചെയ്തത്. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെ അവിടെ ഒരു പള്ളിക്കൽ നല്ല അടിപൊളി നേരമെല്ലാം നല്ല വൃത്തി കട്ടയെല്ലാം പതിച്ച് നല്ല അടിപൊളി പള്ളി, ഷീറ്റോട്ടൊക്കെ ഇട്ട്. അപ്പോൾ അവിടെ ഷീറ്റിൻ്റെ അടിയിൽ കിടക്കാൻ മാത്രമേ ഉള്ളൂ. ചോദിച്ചപ്പോൾ അവർ പള്ളി കമ്മിറ്റി വരണം, അവർ വരണം എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് അവിടെ സ്റ്റേ കിട്ടിയില്ല. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പെർമിഷൻ വേണം, പോലീസ് പെർമിഷൻ വേണം, അങ്ങനെ വേണം. പക്ഷേ ഞാൻ പിന്നെ അവിടെ നിന്ന് പോയി ഞാൻ കുടുങ്ങി വിചാരിച്ചു. കാരണം പമ്പക്കിഞ്ഞ് പറഞ്ഞ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം പോകാണ്ട്. അതായത് നൈറ്റ് ഏതായാലും 9 മണി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഭായിമാർ എന്നെ കണ്ടു, അവരെന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. രണ്ടേക്ക് എവിടുക്കാം എല്ലാം ചോദിച്ചറിഞ്ഞു. അങ്ങനെ അവസാനം എനിക്ക് വേണ്ടിയുള്ള സ്റ്റേ അവരെന്നെ സെറ്റ് ചെയ്തില്ല. അവരുടെ റൂമിൽ തന്നെ അവരെന്നെ ഇറങ്ങാൻ പറഞ്ഞു. തൊട്ടടുത്ത പാമ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ ബാത്റൂമും എല്ലാ കാര്യങ്ങളും സൗകര്യമായിരുന്നു, അടിപൊളിയായി. അപ്പോൾ
ഒരുപാട് താങ്ക്സ് ഉണ്ട്. പയ്യ നമ്മൾ ബായി എന്ന് വിളിച്ച് കളിയാക്കുന്നവരായിട്ടായി ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒരു ബസ് കണ്ടിട്ടോ, ഇത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ ബസ് നമ്മളെ കേരളത്തിൽ നിന്ന് നാളെ പ്രശ്നം വന്നതിന് ശേഷം വിറ്റ ബസ്സാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ അവിടുത്തെ ബോഡി ഷേപ്പും അതേ ഗിറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ പുതിയ ഫേസ് ലിഫ്റ്റും അല്ലേ കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നോട്ട് സെയിൽ ചെയ്ത വണ്ടി ആവാനാണ് ചാൻസ് 99%. അവിടെ പെട്രോൾ പമ്പ് നോക്കിയിട്ടോ, പക്ഷെ അവിടെ വെള്ളമില്ല. വെള്ളം എൻ്റെ കയ്യിൽ കുറവാണ്, കുറച്ചേ ഉള്ളൂ. ഇനി ഫ്രണ്ടിലോട്ട് പോയേക്കാം. ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്ത കാര്യം എന്താ അറിയാം, നമ്മൾ ഈ റോഡുണ്ടല്ലോ, റോഡ് ഇച്ചിരി റഫ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനതാ, ഈ വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ഈ വൈറ്റ് ലൈനിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നത്. അത് കുറച്ച് മിനുസുള്ള ഒരു ഇതാണല്ലോ, അത് തോന്നുന്നുണ്ടോ, നല്ല ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നു അതിലൂടെ പോകുമ്പോൾ. ഇവിടെ ഒരു പള്ളി കിട്ടിയിട്ട് ഇവിടെ ജുമ കൂടിയിട്ട് പോയാലോ വിചാരിക്കാം. അപ്പോൾ ഇവിടെ ജുമ കൂടട്ടോ, ഏകദേശം 11:30 ആയി തുടങ്ങി. അപ്പോൾ ഇവിടെ ജുമ കൂടിയിട്ട് നമുക്ക് പോവാം, അതാകും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നല്ല വെയിലും ആയിട്ടോ. അപ്പോൾ ജുമയൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം കാർമേഘം മൂടാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ പറയുമ്പോൾ വലിയ വെയിലില്ലായിരുന്നു, ഇന്നെന്താ അറിയത്തില്ല, ഉച്ചക്ക് മുമ്പായി നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിവിടെ പള്ളിക്കലാട്ടോ. എന്നുവെച്ചാൽ ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞു എന്നോട്, ഇവിടെ ആക്ച്വലി എന്താ പറയുക, ഇങ്ങനത്തെ യാത്രികരുണ്ടല്ലോ, ഇതേപോലെ സൈക്കിളിലും കുറേ ട്രാവലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ഐശ്വര്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇത് ഈ ഒരു പള്ളി കേട്ടോ, പള്ളിയുടെ പുറമാകെ ഞാൻ കാണിക്കാതെ ഉള്ളിലിവിടെ കുളിക്കാനും കാര്യങ്ങളെല്ലാം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സൈക്കിൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കി, ഞാൻ കുളിച്ചിട്ടോ, ഞാൻ ഒന്ന് കുളിച്ചു, എല്ലാം സെറ്റ് ചെയ്തു. അത് ഈ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് എന്നിട്ട് ഇൻഷാ അല്ലാഹ് സ്ഥാനോട്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകണം. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം ഒന്ന് കഴിക്കണം. ഓക്കെ, ഇനി ഈ ഹൈവേ ആട്ടോ പോണേ. ഈ ഹൈവേ സ്ട്രൈറ്റാണ് പോകുള്ളൂ, തിരുവാനും അതാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ. കണ്ടോ, ഓക്കെ, അടിച്ചപൊളി പള്ളി കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ നിന്ന് കയറണം, എന്നാലേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നമ്മളിത് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പയ്യെ അങ്ങ് പോകാം കേട്ടോ. ഇന്നിപ്പോൾ ആകെ കുറച്ച് 10 കിലോമീറ്ററിന് ചവിട്ടിയിട്ടുള്ളൂ, നമുക്ക് 40 കിലോമീറ്റർ ഇനി കവർ ചെയ്യണം ടാർഗറ്റ്. ഓക്കെ കൈസ്, ഇപ്പോൾ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇതുണ്ടോ, ഇവിടുത്തെ ബിരിയാണി ഉണ്ടോ, അങ്ങനെ റൈസാണ് കേട്ടോ, മന്തി റൈസ് പോലത്തെ നീളമുള്ള റൈസും 2 ലെഗ് പീസ്. അതുപോലെ ഇതിലേക്കൊരു കറി ഉണ്ടാവും കേട്ടോ, അതുണ്ടോ, ഈ കാണുന്ന സാലയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കലാണ്. പിന്നെ തൈരുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബിരിയാണി, ഇവിടെ റൈസ്. ഇവിടെ നാട്ടിൽ പറയല്ല, കറി വെച്ച് തന്നു, പക്ഷേ പറഞ്ഞാൽ നെയ്ച്ചോറെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ ഗൈസ്. നീണ്ടു പരക്കുന്ന ഹൈവേ, വെയിലുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ കേൾക്കാവുന്ന ചൂടുമുണ്ട്. ഓക്കെ, നമ്മുടെ കൈയെല്ലാം കവറിങ് ആണ്, പക്ഷെ ഫേസ് കവർ ചെയ്യുന്ന സംഭവം എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല. ഫോണൊക്കെ ഒരു തണലിട്ടേ നിർത്തിയിട്ട് നല്ലൊരു അടിപൊളി മരമുണ്ട്. അപ്പോൾ തൊള്ളയിലെന്തേ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തോ പോലെയാണ്. കയ്യിൽ ബബിളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അത് കഴിച്ചിട്ട് പോവാം. അത് തള്ളിട്ടാൽ അതെങ്ങനെ കിടന്നോളൂ അവിടെ. 5 മിനിറ്റ് ഹാപ്പി ഡെൻറ്റ്. ഓക്കെ, ഇതാണ് ഈ ഹൈവേൻ്റെ ഒരു കയറ്റം ഒരിറക്കം, ഒരു കയറ്റം ഒരിറക്കം.
ഓക്കെ. അപ്പോൾ നമുക്കിനി പോവട്ടെ. ഇനി പയ്യെ വെയിലായതിനെക്കാട്ടി സ്ട്രോങ് ആയിട്ടോ. സമയം ഏകദേശം 3:15 മൊത്തം വെയിലാണ്. അപ്പോൾ ഞങ്ങളുടെ അവൻ്റെ ക്ലച്ചൊക്കെ കരിഞ്ഞ് മണക്കുന്നു. അതെ നമ്മളിങ്ങനെ പോകട്ടെ. ചെറുങ്ങനത്തെ ചെറിയ തണലുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് കയറ്റോട്ടോ കാണുന്നത്. ഓക്കെ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ ധൃതിയൊന്നുമില്ല. റെസ്റ്റ് എടുത്ത് ഇങ്ങനെ പോവാം. ഒരു വിഷയമില്ല. പട്ടി തന്നെ കുറേ പട്ടിക്ക് എന്നെ തീരെ പറ്റുന്നില്ല ഗൈസ്. ഒന്നുമില്ലടാ, സോറി. നല്ല അടിപൊളിയാക്കി. ഇവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലോട്ടൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതിൽ പക്ഷെ അല്ലപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടേക്ക് സൂര്യായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മേലോട്ട് നോക്കിയിട്ട്. നല്ല വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ അരുവ് കൂടി ഇങ്ങനെ എരുതി ട്രാക്ക് കൂടി ഇങ്ങനെ പോവാണ്. അവിടെ ഒരു പുഴ കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ കൃഷി ചെയ്തിട്ടുണ്ട്. ചുറ്റോറും തെങ്ങായിട്ട് നടുവിൽ ഒരു കുറച്ച് ഭാഗം കേട്ടോ. കുറച്ച് ഭാഗം മീൻസ് അത്യാവശ്യം ഏരിയ ഉണ്ട്. ഫുൾ വെള്ളം കയറിയിട്ട് എന്തോ കൃഷി ചെയ്തിട്ട് മഴ ഇതായതെന്ന് തോന്നുന്നു. ഇതിൽ ട്രാക്ടർ പോയ ആ ഒരു അടയാളമൊക്കെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കിയ ഇത് മറിച്ച അവിടെ അപ്പുറത്ത് പശുക്കളൊക്കെ ഉണ്ടോ. അവിടെ ഒരു ചെറിയ വീടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടിപൊളി. സൂര്യൻ കുറച്ച് ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് വണ്ടി പിടിക്കും കേട്ടോ. അവിടെ നല്ല അടിപൊളി ചവളി പോയുണ്ട് കേട്ടോ. പുഴ നിറഞ്ഞ് ഇതൊക്കെ ഒന്നാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അത്രയും ക്ലോസ് ആയിട്ടാണ് നിൽക്കുക. അടിച്ചവിടെ മൂപ്പരെന്തോ എന്നെ കണ്ടിട്ട് വണ്ടി നിർത്താൻ വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. ശേഷ് ഈ സംഭവം ഉണ്ടല്ലോ, ഈ അടി എടുക്കുന്ന സാധനം ഇതത്ര വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ പാലം കടന്നു. മിക്ക സ്ഥലത്തും ഈ സാധനം ചെരുവടുത്തില്ല. എൻ്റെ ഓരോരോ കട്ടകളാണ്. ഈ കട്ടാണ്ട് പോയിട്ടുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാണ്ട് പോവും. അങ്ങനെ ചിലതൊരു സൈഡ് താന്നുകാണ്ട് ചിലത് മൊത്തം പോയിക്കണം അടിക്ക്. അങ്ങനെ കാണുന്നുണ്ട്. എപ്പോഴാണ് പൊള്ളിയുടെ അറിയില്ല കേട്ടോ. ഇടയ്ക്കാണ് നമ്മുടെ നാട്ടിൽ പോലെ കേട്ടോ. ഇത് കൂടി ലോറിയൊക്കെ പോകുമ്പോൾ കാണാം ഒന്നിച്ച് ഇങ്ങനെ കുലുങ്ങുന്നു. പാലം വരെ തൂക്കുപാലം പോലെ കണ്ടോ. 100-110 പറക്കണം. പാലം ഇങ്ങനെ കുലുങ്ങണാണ് വലിയ ട്രക്കൊക്കെ പോയി കഴിഞ്ഞാൽ. എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കമൻറ്റ് അറിയില്ല കേട്ടോ. ആ ബസ് പോയപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ കുലുങ്ങുക, മൊത്തത്തിൽ കുലുങ്ങുക പാലം മൊത്തം. അതൊക്കെ കൂടി പൊളിഞ്ഞാടോന്നോ. ഗൈസ് അങ്ങനെ രാത്രിക്ക് ഭക്ഷണം ഞാൻ ഒഴിവാക്കി ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ. 2 ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു മാങ്ങ വാങ്ങിയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര വില കേട്ടോ മാങ്ങ നമ്മുടെ നാട്ടിൽ. ഗൈസ് അങ്ങനെ രാത്രിക്കത്തെ ഭക്ഷണം കണ്ടോ. ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ട്. കുറേ ആയിട്ട് മാങ്ങ കഴിച്ചിട്ട് ഒരു മാങ്ങയും 2 ആപ്പിളും. ഇതാണ് രാത്രിക്കത്തെ ഫുഡ്. വേറെ ഒന്നും കേട്ടോ. ഇവിടെ മുടിഞ്ഞ റേറ്റ് ആട്ടോ. ആപ്പിളിനൊക്കെ 250 രൂപ, 250, 200 ഭയങ്കര റേറ്റാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ ടൈപ്പ് ഒരു മുന്തിരി ഉണ്ട് കേട്ടോ. ആ പച്ചമുന്തിരിയുടെ അപ്പുറത്ത് കാണുന്നുണ്ടോ ഞങ്ങൾ. പക്ഷെ അതിന് 1/4 കിലോന് 40 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിയില്ല. ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് ഇതാണ്, വേറെ ഒന്നുമില്ല. കൈ നോക്കിയേ എൻ്റെ മോനെ രക്ഷയില്ലട്ടാ. അടിപൊളി ഒരു ഷേപ്പ് ഉണ്ട് അതിൽ. ഓക്കെ ആക്ച്വലി നല്ല തസുഖം കേട്ടോ. ഈ ഒരു ക്ലൈമറ്റൊക്കെ അത് എന്ത് രസമാണ് ഓടിക്കാൻ. എന്താ പറയുക, നൈറ്റ് അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കാം. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നൈറ്റ് അത്ര സേഫല്ല. റോഡും കാര്യങ്ങളൊന്നുമല്ല. ചില ആളുകൾ അത്ര ശരിയല്ല. പറഞ്ഞു കേൾക്കാം. ഞാനിതുവരെ അനുഭവിച്ചില്ല. ഇനി അനുഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇന്നലെ ഒരു ഭായിമാരെ കണ്ടല്ലോ, അവരൊക്കെ എന്നെ ഹെൽപ്പാണ് ചെയ്തത്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇതായി പോയിട്ടോ. അത്രയും രാത്രി ഫുഡ് വാങ്ങി തന്നെ എനിക്ക്
രാവിലെയും ഫുഡ് വാങ്ങി തന്നു. രാത്രിയൊക്കെ ഫുള്ള് ചിക്കനും കാര്യങ്ങളും എല്ലാം വയറും നിറച്ചു കിട്ടോ. പല സാധനങ്ങളും വെറൈറ്റി ജ്യൂസും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങി തന്നല്ലേ രാത്രി. അവർ നല്ല അടിപൊളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരിക്കലും മറക്കൂല അവരെ, സത്യമായിട്ടും. അവിടെ നോക്കിയാ ക്ലൈമറ്റ് നോക്കിയാ എന്നാ രസവരെ കാണാൻ. സൂപ്പർ സീരി. ഓ ബീച്ച് സൈഡാണ് ഗൈസ്. അത് നോക്കിയേ. ആക്ച്വലി ഞാൻ കാണിച്ചു തരാം. അതെ ഈ ബീച്ചിൻ്റെ പക്കത്ത് കൂടിയാട്ടോ നമ്മളെ റോഡ് പോണത്. എൻ്റെ ആളെയാ ഷോ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എന്നോട് കുറേ മുമ്പ് ആരോ പറഞ്ഞായിരുന്നു ബീച്ച് സൈഡിൽ കൂടി ഇങ്ങനെ അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുള്ളത്. അവിടെ നോക്കിയേ ഗൈസ്, മക്കളെ അടിപൊളിയിട്ടാ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അവിടെ നോക്കിയാൽ ഇപ്പോൾ റോഡുണ്ട്. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചാണ്ടല്ല കിടുക്കും. നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി കാണുന്നുണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് വാങ്ങി ചെയ്തു. ഐസ്ക്രീം എല്ലാം ഇപ്പം തകട് പൊടി ആയേനെ. സോറി ബ്രോ. ആഹാ ഏഹ് കൊണ്ടുവന്ന് കയറ്റോ. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. ആഹാ അവിടെയൊക്കെ ആൾക്കാരെല്ലാം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് സൈക്കിൾ ഇവിടെ പോകണത് അത്ര സൈക്കിളാ. നമുക്ക് അങ്ങോട്ട് ഇറക്കിയേക്കാം സൈക്കിൾ. ഇതാണല്ലോ ഒട്ടാളെ കാട്ടണത്. മറ്റേ DJ സാധനം ഇങ്ങനെ കളിക്കൂലേ, അതേപോലെ മറ്റേ സൈറന്മ കളിച്ചു കേട്ടോ അവർ. അവിടെ നോക്കിയാൽ ക്ലൈമറ്റ് നോക്കിയ എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ. അവിടെ നോക്കിയാൽ എൻ്റെ മോനെ അവിടെ അവിടെ മഴ പെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് കണ്ടോ. ആ സീന് ക്ലൈമറ്റ് പോകുന്നൊന്നുള്ള കാഴ്ച, അടിപൊളി കാഴ്ച. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല ഈ ഒരു കാഴ്ച. അല്ലോ ഇപ്പം തട്ടിയാനെല്ലാം കൂടി. KL 14 ഉള്ളു വണ്ടി. നൈസ് വ്യൂ ബ്രോ. ഇങ്ങോട്ട് ഇറക്കണോ? ഇറക്കണ്ടേ? നമുക്ക് ആ ട്രക്കിന് അവിടെ കൊണ്ടുപോയി നിർത്താൻ വേണ്ടിയിട്ടോ. അതാവച്ച് സൈക്കിൾ പോലീസുകാർ നിൽക്കണ്ടേ. ഗൈസ് ഇതേണ്ടോ, ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ റോഡൊക്കെ ഹൈവേയുടെ സൈഡിൽ കൂടി ഉണ്ടോ, അതായത് കടലിൻ്റെ സൈഡിലൂടെയാണ് ഹൈവേ പോകുന്നത്. ഗൈസ് ഇതേ ഈ കാണുന്ന സ്ഥലം കേട്ടോ. അത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല, കുറച്ച് റൈഡേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരു കിടില വ്യൂ കാണിച്ചു തരാം കേട്ടോ. ആ സീന് വ്യൂ കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. അവിടുന്ന് 1-2 ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ഗോവയിലോട്ട് പോണ റൂട്ടാട്ടോ. ആക്ച്വലി ഇതേ ഉണ്ടോ, നമ്മൾ സൈക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി രസം, നല്ല വൈബ് കിട്ടോ, ഒരു രക്ഷയില്ല. കുറേ പേര് വണ്ടി നിർത്തി. ഗൈസ് ജലദോഷം പിടിച്ച ഒരു സംശയമില്ലാണ്ടില്ല. ഇതേ വണ്ടികളൊക്കെ പോകണമെങ്കിൽ ഒരു രക്ഷയില്ല. ഈ ഫ്രെയിം അടിപൊളിയില്ലേ, ആ ക്ലൈമറ്റും ഈ ഫ്രെയിമിൻ്റെ സീനായിട്ട് ഒരു രക്ഷയില്ല. ഓഹോ സീന്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി മുന്നോട്ട് പോകട്ടോ. നമുക്ക്
ഇത് സമയം ഏകദേശം ഇരുട്ടായി തുടങ്ങി. നമുക്ക് സ്റ്റേ ഒപ്പിക്കണം കേട്ടോ. സ്റ്റേ ഇതുവരെയായിട്ട് കിട്ടിയില്ല. സ്റ്റേ ഒപ്പിക്കണം. ഓക്കെ, സൈക്കിളിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നമ്മൾ നൈറ്റിൽ ഫുഡ് ഫ്രൂട്ട്സ് ആട്ടോ വാങ്ങിയല്ലേ. ഓക്കെ, ഓഹോ വണ്ടികളൊക്കെ നല്ല സ്പീഡാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല തോന്നുന്നു. ഓക്കെ, ഇന്ന് ക്ലൈമറ്റ് മാറിയിട്ടത് മഴ പെയ്യണു. പടച്ചോനെ അവിടെ മഴ പെയ്യണമെന്നുണ്ട് കേട്ടോ. അതാ പെയ്ത് എല്ലാം ഇപ്പം നനഞ്ഞ് വെള്ളത്തിലാവും കേട്ടോ. മഴ പെയ്ത് കൈസ്. അയ്യോവാ പടച്ചോനാവാ അതല്ല മഴ കേട്ടോ. അവിടെ ചെറിയൊരു കൂടാരം കിട്ടിയാൽ മതി. ഇങ്ങനെ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ക്യാമറ എല്ലാം നനയുന്നു. ഓ നല്ല മഴയുള്ളോ. പെട്ടിട്ടാ രക്ഷയില്ലാത്ത പെടണം. ഹലോ, പിന്നെ ഞാൻ നൈറ്റ് ഇങ്ങനെ ഒരു പള്ളി കണ്ടു കേട്ടോ. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ നടത്താൻ മഴ പെയ്തു. പെട്ടെന്ന് കാലാവസ്ഥ പെരും മഴ കേട്ടോ. ഫുള്ള് നനഞ്ഞ്. കോട്ടിടാന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു കയറി നിൽക്കാൻ എന്തെങ്കിലും സ്ഥലം വേണ്ട, അതുപോലും ഇല്ല. കോട്ടെടുത്തപ്പോൾ തന്നെ കംപ്ലീറ്റ് നനഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് നനഞ്ഞു. സൈക്കിളൊന്ന് ചെരിഞ്ഞ് വീണുണ്ടോ, ചെളിയൊക്കെ ആയിട്ടുണ്ടോ, ഒക്കെ ചെളിയായിട്ടുണ്ട്. ഇത് ആകെരപ്പായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നനഞ്ഞ്. ഇനി എന്തായാലും ബാക്കി കണ്ടറിയാം. ഇതുണ്ടോ, ഞാൻ ഇതിൽ പൊഴിഞ്ഞതായിട്ടോ. അപ്പോൾ ക്യാമറ ഞാൻ ഇനി വെറുതെ നനക്കണ്ടല്ലോ വെച്ചിട്ട് വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞ് നോക്കണ്ട. എൻ്റെ ഒരു ഫോൺ ഇതേപോലെ വാട്ടർ പ്രൂഫ് വരേണ്ട വെള്ളം കയറിയിട്ടുണ്ട്, ഒന്ന് നോക്കണ്ട. അപ്പോൾ ഗൈസ് ഒരു ഇക്ക വന്നിട്ട് ഞാൻ അവിടെ പള്ളിയുണ്ട്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ആകാൻ നനഞ്ഞുണ്ടല്ലോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒന്ന് കുളിച്ചോ എല്ലാം അവിടെ കേട്ടെന്ന് ഉറങ്ങിക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട്. പടച്ചോൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് എങ്ങനെയാട്ടോ അല്ലേ. അറിയാത്ത ഒരാളായിരുന്നു. ഇത് ഒരു പള്ളി കേട്ടോ. ഇത് ഇവിടെ നല്ല ഹീറ്റും കാര്യങ്ങളൊക്കെ എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞു, ഒക്കെ പറഞ്ഞു ഉള്ളിൽ കിടന്നോ പറഞ്ഞു. വേണമെങ്കിൽ കുളിക്കണം, കുളിക്കാനുള്ള സൗകര്യം ബാത്റൂം സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സൈക്കിൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. CCTV കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനത് ഉറങ്ങാൻ നിൽക്കാം കേട്ടോ. പള്ളിയുടെ ഇവിടെ പള്ളിയിലൊരു പുറത്തൊരു ചെറിയ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ബാഗും സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. സൈക്കിളും സാധനങ്ങളൊക്കെ പുറത്താണ് കേട്ടോ. പുറത്ത് നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇത് ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഫാനുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഭക്ഷണം കഴിച്ചു, ഭക്ഷണമൊക്കെ അവർ തന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി രാവിലെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇവിടെ നോക്കട്ടെ, പള്ളിയുടെ അകത്താണ് ഉറച്ചപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പയ്യെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ ആളുകൾ കാണുന്നതിന് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.